വലതു കൈയിൽ ചമ്മട്ടിയും ഇടതു കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലപ്പുഴ ക്ഷേത്രം. ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് കഴിക്കാത്തവരായിട്ട് വളരെ അപൂർവം ആൾക്കാരുകളെ ഉണ്ടാവും. അപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു ഭീമൻ ഒരു ഉരുളി വാർപ്പ് തന്നെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 1810 കിലോ ഭാരവും 1500 ലിറ്റർ ശേഷിയും ഉള്ള ഒരു ഭീമൻ വാർപ്പ് ഉരുളിയാണിത്. വില ഏകദേശം 29 ലക്ഷത്തോളം ശരിക്കും വരും വില. അപ്പോൾ ശരിക്ക് ഈ ഒരു പാൽപ്പായസം തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് നിവേദിക്കുന്നത്. അപ്പോൾ ആ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ അവിടെ എത്തുമെന്നൊക്കെ സങ്കല്പമുണ്ട്. ഈ ഒരു കാഴ്ച തന്നെ മനോഹരം തന്നെയാണ്. ഇവിടുന്ന് അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കി പോകുമ്പോൾ ശംഖുവിളിയും ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവും എല്ലാം വേറെ തന്നെയാണ്. ഇവിടുത്തെ പാൽപ്പായസം ലോക പ്രശസ്തം തന്നെയാണ്. ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് കിട്ടല്. ആ പായസം എപ്പോഴും ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയേറെ സ്വാദിഷ്ടവും അതിൻ്റെ ഗുണങ്ങളും അറിഞ്ഞത് കൊണ്ടായിരിക്കാം ശരിക്കും ഇത്രയും ഫേമസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അമ്പലപ്പുഴ പായസത്തിൻ്റെ അപ്പുറം വേറൊരു പാൽപ്പായസം ഇല്ല എന്നാണ് പൊതുവേയുള്ളൊരു സംസാരം. അപ്പോൾ അത് രുചിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഭീമൻ ഉരുളിയിൽ ഇനി പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വാദും അതുപോലെ കുറേ ജോലി ഭാരം കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാഴ്ച കണ്ടേരം. എൻ്റെ ആത്മാവിനായി പുല്ലാങ്കുഴൽ തരും നല്ല പാൽപ്പായസം നുണഞ്ഞു ഞാനിന്നണയും യമുനാ നദീ തീരെ പാനകെട്ടാറാടും മനസ്സുമായി. ഞാനിന്നണയും യമുനാ നദീ തീരെ പാനകെട്ടാറാടും മനസ്സുമായി. വേണുവിൻ സ്വരമഴ പെയ്യുകൻ ജപങ്ങളിൽ വേഗമെൻ മുരളീധരാ കൃഷ്ണ വേഗമെൻ മുരളീധര. അമ്പലപ്പുഴയിലെ കണ്ണനാമുണ്ണിയെ കുമ്പിട്ടു കൈതൊഴും എൻ്റെ ആത്മാവിനായി പുല്ലാങ്കുഴൽ തരും നല്ല പാൽപ്പായസം നുണഞ്ഞു ഞാൻ നിന്നോ നിൻ അമ്പാടിയേ. അമ്പലപ്പുഴയിലെ കണ്ണനാമുണ്ണിയെ കുമ്പിട്ടു കൈതൊഴും